2025 മികച്ച സിനിമകളെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ഞാൻ ഓൾറെഡി മികച്ച മലയാളം സിനിമകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ മലയാളം ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള സിനിമകളും അതുപോലെ വിദേശ സിനിമകളും എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് 10 ടു ടോപ്പ് 1 അങ്ങനെ ഒരു ഓർഡറിൽ, അങ്ങനെ റേറ്റിംഗിന്റെ ഓർഡറിലൊന്നും അല്ല കേട്ടോ. ഞാൻ കണ്ട ഓർഡറിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ ബെസ്റ്റ് നോൺ മലയാളം ആൻഡ് ഇന്റർനാഷണൽ മൂവീസ് ഓഫ് 2025. ആദ്യം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് പറയാം. തമിഴിൽ നിന്നും ടൂറിസ്റ്റ് ഫാമിലി സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഈ പടത്തെ കുറിച്ച് പറയുന്നില്ല. എനിക്ക് ഈ വർഷം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് സിനിമയാണിത്. മനസ്സ് നിറച്ച ഒരു പടം എന്നൊക്കെ പറയാം. കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ആൾ കുറവായിരുന്നെങ്കിലും പിന്നീട് പടം കത്തിക്കേറി. അടുത്തത് തെലുഗു സിനിമ കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. ഈ വർഷത്തെ ഒരു ബെസ്റ്റ് ലീഗൽ ത്രില്ലർ സിനിമയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ പാവം ആൺകുട്ടികൾ എങ്ങനെ ഒരു ക്രൈമിൽ പെട്ടുപോകുന്നു എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ച ഒരു പടമായിരുന്നു. ഇത് നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ. അടുത്തത് സ്റ്റോളൻ. ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഭീകരമായിട്ടുള്ള ഒരു വശം കാണിച്ച പടമാണ്. ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ കൂടിയായിരുന്നു. 1.5 മണിക്കൂറേ ഉള്ളൂ. വളരെ റോ ആൻഡ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നെക്സ്റ്റ് തമിഴിൽ നിന്നുള്ള ബൈസൺ കാലമാടൻ. 2025 വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇതിൽ ധ്രുവ് വിക്രമിന്റേത്. അതുപോലെ തന്നെ പശുപതിയുടെ. കുറച്ച് ലെങ്ത് കൂടുതലാണ്, പക്ഷെ പടം ക്ലാസ് ആണ്. അടുത്തത് ഹോം ബൗണ്ട്. ഹിന്ദി പടമാണ്. റിയൽ സംഭവങ്ങളെ ബേസ് ചെയ്തൊരുക്കിയ സിനിമയാണ്. കോവിഡ് ടൈമിൽ ശരിക്കും സംഭവിച്ച ഒരു കഥയാണ്. പടം കുറച്ച് ഡിപ്രസിംഗ് ആണ്. ഈ വർഷം ഓസ്കാറിൽ ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിൽ ഇന്ത്യയിൽ നിന്നുള്ള എൻട്രി കൂടിയാണ്. അടുത്തത് തമിഴ് പടമായ സിറൈ. ഞാൻ ഈ വർഷം ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഒരു സാധാരണ പോലീസുകാരന് അയാളുടെ അധികാര പരിധി ഉപയോഗിച്ച് പാവപ്പെട്ടവരെ, അതായത് ഇപ്പൊ അവർ ഒരു ക്രൈമിലൊക്കെ പെട്ടുപോവുകയാണെങ്കിൽ എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാമോ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. കിടിലൻ പടമാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നതേ ഉള്ളൂ. ഞാനിത് കാണാൻ വേണ്ടി മാത്രമായിട്ട് കൊച്ചിയിൽ പോയിട്ട് PVR-ലാണ് ഈ പടം കണ്ടത്. നെക്സ്റ്റ് ഒരു കുഞ്ഞു തമിഴ് പടമാണ് കിണർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള റിയൽ തമിഴ്നാടിന്റെ എസൻസ് ഉള്ള ഒരു സിനിമയാണ്. കുറച്ച് കുട്ടികളുടെ കാഴ്ചപ്പാടിൽ ഒരു ഗ്രാമത്തിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഈ വർഷത്തെ ഒരു കോമഡി പടമായിരുന്നു സൂ ഫ്രം സോ. ആദ്യ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്റർ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇത് പലരും ഈ പടം അത്രയ്ക്ക് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞു. എനിക്കെന്തോ ഈ പടം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ നോൺ മലയാളം ഫിലിംസ്. ഇനി നോൺ ഇന്ത്യൻ ഫിലിംസ് നോക്കാം. ആദ്യം തന്നെ എനിക്ക് നോസ്ഫെറാറ്റു സിനിമയാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പടം 2024 സിനിമയാണ്. US-ൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് 2025 ജനുവരിയിലാണ് റിലീസായത്. ഞാൻ കണ്ടതും അപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പോയറ്റിക് ഗോത്തിക് ഹൊറർ പടം എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. ഒരു സ്വപ്നം കണ്ട് ഉണർന്ന പോലെയാണ് ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വർഷമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇൻട്രസ്റ്റെല്ലാർ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. അതും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇത് രണ്ടും ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് ഈ ലിസ്റ്റിൽ പെടുന്ന സിനിമകളല്ല. ഇനി 2025 ബെസ്റ്റ് നോൺ ഇന്ത്യൻ ഫിലിംസ് അല്ലെങ്കിൽ വിദേശ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്കി 17. ഓസ്കാർ ജേതാവായ ബോങ് ജൂഹോ സംവിധാനം ചെയ്ത പടമാണ്. റോബർട്ട് പാറ്റിൻസൺ ആയിരുന്നു നായകൻ. ഈ വർഷത്തെ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയായിരുന്നു. വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് സിനിമയുടേത്. കുറച്ച് കോമഡി ഒക്കെ കലർത്തിയ ഒരു സൈഫൈ പടമാണ്. ഇതിന്റെ വിഷ്വൽസും VFX-ഉം ഒക്കെ ഗംഭീരമായിരുന്നു. അടുത്തത് മറ്റൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയായിരുന്നു സിന്നേഴ്സ്. ഹൊറർ ജോണറിൽ വന്ന പടമാണ്. പക്ഷെ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഈ പടങ്ങളൊക്കെ OTT-ൽ ഉണ്ടെങ്കിലും ആ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് സോട്ട് ഓൺ എന്ന ഒരു ഇംഗ്ലീഷ് ത്രില്ലർ പടമാണ്. ഒരു തയ്യൽക്കാരി ഒരു വലിയ ക്രൈമിനുള്ളിൽ പെട്ടുപോകുന്നതിന്റെ കഥയാണ് ഈ പടം പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള തോട്ടാണ്, പക്ഷെ എക്സിക്യൂഷൻ ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു. കിടു ക്യാമറയും ലൊക്കേഷനും ഒക്കെയാണ്. ഈ പടവും അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ആരുടെയും ലിസ്റ്റിലും ഉണ്ടായി കാണുകയില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നെക്സ്റ്റ് F1. തിയേറ്ററിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു സിനിമ കൂടിയാണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർമുല 1 സ്പോർട്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി എനിക്ക് ഈ പടം നല്ല രീതിയിൽ കണക്ട് ആയിരുന്നു. അടുത്തത് അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. നോർവീജിയൻ ബ്ലാക്ക് കോമഡി പ്ലസ് ബോഡി ഹൊറർ പടമാണിത്. നമ്മുടെ ഫെയറി ടെയിൽ സിൻഡ്രല്ല കഥയില്ലേ, അതിന്റെ ഒരു ട്വിസ്റ്റഡ് വേർഷൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ പടം കണ്ടപ്പോൾ. മുബിയിൽ നിങ്ങൾക്ക് ഈ പടം വേണമെങ്കിൽ കണ്ടു നോക്കാം. അടുത്തത് ലൈഫ് ഓഫ് ചക്ക്. ഇത് ചാൾസ് ചക്ക് എന്ന ഒരാളുടെ ജീവിതകഥയാണ് പറയുന്നത്. മനുഷ്യരെല്ലാം ഉള്ള ഒരു മൾട്ടിറ്റ്യൂഡിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു വെറൈറ്റി തോട്ടായിരുന്നു എന്ന് പറയാം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വെപ്പൺസ്. ബാർബേറിയന്റെ ഡയറക്ടറുടെ പടമാണ്. മറ്റൊരു മികച്ച ഈ വർഷത്തെ ഹൊറർ മിസ്റ്ററി ത്രില്ലർ പടമായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഹൊറർ പടമാണ് ടുഗദർ. ഇതും ബോഡി ഹൊറർ എന്ന് പറയാവുന്ന ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു തോട്ടായിട്ട് തോന്നി. അടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ ആണ്. ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് ഞാൻ പറയും. ഡികാപ്രിയോ ആണ് നായകൻ. പുള്ളി മാത്രമല്ല, അഭിനയിച്ച എല്ലാവരും കിടുവായിരുന്നു. ഞാൻ ഈ സിനിമ ഓർത്തിരിക്കാനുള്ള ഒരു മെയിൻ കാരണം ഇതിന്റെ ലാസ്റ്റിലത്തെ ആ കാറിന്റെ അകത്തുള്ള ഒരു ഷോട്ടാണ്. റോഡും മലയും കാണിച്ചുകൊണ്ടുള്ള ഒരു വേവ് പോലെയുള്ള ആ സംഭവം ഉണ്ടല്ലോ. അത് തിയേറ്റർ കാണുന്ന ഒരു അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ദ ലോസ്റ്റ് ബസ് സർവൈവൽ ത്രില്ലറാണ്. ആപ്പിൾ TV+ൽ വന്ന സിനിമയാണ്. യഥാർത്ഥ സംഭവമാണിത്. ഒരു ബസ്സും ഡ്രൈവറും കുറച്ചു കുട്ടികളും ഒരു ടീച്ചറും അവരൊരു വലിയ കാട്ടുതീയിൽ പെട്ടുപോകുന്നതാണ് കഥ. കിടിലൻ പടമായിരുന്നു. അടുത്തത്
കോട്ട് സ്റ്റീലിംഗ്. ഒരു മുൻ ബേസ്ബോൾ പ്ലെയർ കുറച്ച് ക്രൈംസിനിടയിൽ പെട്ടുപോകുന്നതാണ് ഈ പടത്തിന്റെ കഥ. കോമഡിയും ക്രൈമും ഒക്കെ മിക്സ് ചെയ്ത ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു ഫാസ്റ്റ് പേസിൽ പോകുന്ന ഒരു വൈബ് പടം എന്ന് പറയാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക, മിക്കവർക്കും കണക്ട് ആവും തോന്നുന്നു. അടുത്തത് ബഗോണിയ. യോഗോസ് ലാന്തിമോസ്, എമ്മ സ്റ്റോൺ കൂട്ടുകെട്ടിൽ വന്ന ഈ വർഷത്തെ പടമാണ്. ഒരു വലിയ ബിസിനസ്സുകാരിയെ രണ്ടുപേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ പടത്തിന്റെ കഥയെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ കാണുന്ന അത്ര സിമ്പിൾ അല്ല ഇതിന്റെ കാര്യങ്ങൾ. തേനീച്ചകളുടെ വംശനാശവും മനുഷ്യന്റെ നിലനിൽപ്പ്, അങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കിളി പറത്തുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പടമാണ്. ഇത് ഓൾറെഡി റിലീസായ മറ്റൊരു വിദേശ പടത്തിന്റെ റീമേക്ക് ആണ്. ഞാൻ തിയേറ്റർ കണ്ടാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കാവുന്നതാണ്. ഈ സിനിമയും ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്തത് പ്രിഡറ്റർ ബാഡ്ലാൻഡ്സ്. ഈ ഫ്രാഞ്ചൈസ് തന്നെ ഏകദേശം തീരാറായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു റീബൂട്ട് എന്നതുപോലെ ഒരുക്കിയ ഒരു പടമാണ്. പ്രിഡറ്ററിനെ പോസിറ്റീവ് ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണ്. കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയും. അടുത്തത് ഫ്രാങ്കിൻസ്റ്റൈൻ. ഒരു സയന്റിസ്റ്റും അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന സൃഷ്ടിയും തമ്മിലുള്ള ഒരു അസാധാരണമായിട്ടുള്ള ബന്ധത്തിന്റെ, അല്ല വൈരത്തിന്റെ കഥയാണ് ഈ സിനിമ എന്നൊക്കെ പറയാം. കിടിലം പടമാണ്. ക്ലാസിക് ഗോത്തിക് ഹൊറർ സ്റ്റൈലിൽ ഒരുക്കിയ ഒരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് റൂഫ്മാൻ. ഈ പടങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. റൂഫ്മാന്റെ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു എക്സ് ആർമി മാൻ വളരെ മോശമായിട്ടുള്ള പുള്ളിയുടെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ കുറച്ച് ക്രൈമുകളുടെ ഒക്കെ ഇടയിൽ ചെന്ന് പെടുന്നതാണ് കഥ. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെയുള്ള ഒരു കോമഡി ക്രൈം പടം എന്ന് പറയാം. ഇതും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളുടെ കഥയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. നെക്സ്റ്റ്, നോ അതർ ചോയ്സ്. ഓൾഡ് ബേർഡ് ഡയറക്ടറുടെ പുതിയ പടമാണ്. ഈ വാർത്തയിലൊക്കെ തലക്കെട്ട് കാണില്ലേ, മറ്റു വഴികളില്ലാതെ ഒരു കുടുംബസ്ഥൻ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആ ഒരു ടൈപ്പാണ് ഈ പടത്തിന്റെ കഥ. കുറച്ച് നാടകീയത, അല്പം ലാഗൊക്കെ ഉണ്ടെങ്കിലും ഒരു അതിഗംഭീരം എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും ഈ വർഷത്തെ ഒരു ഡിഫറെന്റ് സിനിമയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് വേക്കപ്പ് ഡെഡ് മാൻ എൻ ഐസ് ഔട്ട് മിസ്റ്ററി. ഈ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമയാണ്. ഒരു ചർച്ചിൽ ഒരു മരണം സംഭവിക്കുന്നതും അതിന്റെ അന്വേഷണവുമാണ് ഇത്തവണ ഈ സിനിമയിൽ പറയുന്നത്. വളരെ സ്മാർട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഹൂ ഡൺ ഇറ്റ് മിസ്റ്ററി ആണ് ഈ പടം. നെറ്റ്ഫ്ലിക്സിൽ ഇത് നിങ്ങൾക്ക് കാണാം. അടുത്തത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഞാനിത് IFFKയിൽ തിരുവനന്തപുരത്ത് കണ്ടതാണ്. കിടിലം പടമാണ്. ജാഫർ പനാഹിയുടെ സിനിമയാണ്. പേർഷ്യൻ സിനിമയാണ്. ഒരു ഓട്ടോ മെക്കാനിക് അയാളുടെ ജീവിതം തകിടം മറിച്ച മറ്റൊരാളെ കാണാൻ ഇടവരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. ഇറാനിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു സിനിമയാണ്. കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരു പടമാണ്. അടുത്തത് എൻസോ. ഇത് ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. ഈ പടം IFFKയിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു സിനിമയാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവി എന്ന് പറയാം. ഒരു ടീനേജ് പയ്യന്റെ ഐഡന്റിറ്റി ക്രൈസിസുകളെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണിത്. ഒരു കിടിലം പടമായിട്ട് എനിക്ക് തോന്നി. ഇതും ഡീറ്റെയിലി അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ്, സിറാത്ത്. ഒരു ട്രാൻസ് എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറയാവുന്ന ഒരു ഗംഭീര സിനിമയായിരുന്നു ഇത്. ഇതൊക്കെ തിയേറ്റർ കാണാൻ പറ്റിയതിന് ഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ IFFKയിലാണ് കണ്ടത്. ഇതിന്റെ ഒരു സൗണ്ട് ഇഫക്റ്റ് അന്യായമാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പടമാണിത്. ചിലർക്ക് ഇത് അത്ര നന്നായിട്ട് കണക്ട് ആവാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ആദ്യത്തെ ഒരു മണിക്കൂറോളം പടം വളരെ സ്ലോ ആണ്. പക്ഷെ കിടിലൻ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ആണ് സിനിമയ്ക്കുള്ളത്. ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അടുത്തതും IFFKയിൽ ഞാൻ കണ്ട, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരു സിനിമയാണ് ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു. A24ന്റെ പടമാണ്. ഇംഗ്ലീഷ് പടമാണ്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇതിലെ നായിക ലിൻഡ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ഇതെല്ലാം പോരാത്തതിന് പുള്ളിക്കാരി ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. മൊത്തത്തിൽ എന്താ പറയാ, തലയ്ക്ക് സ്വൈര്യം തരുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഉള്ള ഒരു കഥാപാത്രം എന്ന് പറയാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അവരുടെ അവസ്ഥ കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കും. സിമ്പിളായിട്ട് തുടക്കം കണ്ടു കഴിഞ്ഞാൽ ഒരു ബോറിംഗ് ഒക്കെ പോലെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് കത്തി കയറുന്ന ത്രില്ലിംഗ് ആവുന്ന ഒരു സിനിമയാണ് ഇത്. ഡീറ്റെയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. മിക്ക ആൾക്കാർക്കും കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല, അതും ചെയ്യാം. അതുപോലെ ഞാൻ റിവ്യൂ ചെയ്യാത്ത വേറൊരു ഫ്രഞ്ച് പടമാണ് ദ സ്ട്രേഞ്ചർ. ഇതും ഞാൻ IFFKയിൽ കണ്ടതാണ്. പക്ഷെ അന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കൊള്ളാമെന്നേ തോന്നിയുള്ളൂ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഇതിന്റെ തലേന്ന് പോകുന്നില്ല. അതിങ്ങനെ കിടപ്പുണ്ട്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണെന്ന്. പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. 1930കളാണ് കാണിക്കുന്നത്. ഫ്രഞ്ച് സിനിമയാണ്. ഇമോഷൻസ് ഒന്നും അങ്ങനെ പുറത്ത് കാണിക്കാൻ അറിയാത്ത ഒരാളുടെ കഥയാണിത്. അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രൈം നടക്കുന്നതാണ് സിനിമയുടെ കഥ. കിടിലം പടമാണ്. ഡീറ്റെയിലി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു ഇംഗ്ലീഷ് പടമാണ് ട്രെയിൻ ഡ്രീംസ്. ഇത് എല്ലാവരുടെയും കപ്പ് ചായ ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സ്ലോ ആണ്. ഭയങ്കരം സംഭവങ്ങൾ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഥയിലില്ല. പക്ഷെ കണ്ടിരിക്കാൻ ഈ രസമാണ്. ഒരാളുടെ കുട്ടിക്കാലം മുതൽ മരിക്കുന്നവരെയുള്ള കഥയാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു മനുഷ്യന്റെ ലോൺലെസിന്റെ കഥയാണ് എന്ന് പറയാം. ഇതിലെ വിഷ്വൽസ് ഭയങ്കര അപാര ബ്യൂട്ടിയുള്ള വിഷ്വൽസ് ആണ്. കളർ ടോണും ലൊക്കേഷനും ഒക്കെ. ഈ പടം ഓസ്കാറിൽ പോയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് പടമുണ്ട്, കണ്ടു നോക്കുക. ഫൈനലി, സെന്റിമെന്റൽ വാല്യൂ. IFFKയിൽ എനിക്ക് മിസ്സായി പോയ ഒരു പടമാണ്. ഭയങ്കര ആളായിരുന്നു ഈ പടത്തിന്. സോ ഒരു ഷോയ്ക്കും എനിക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ ഞാനിത് ഡിജിറ്റലി കണ്ടു. ഒരു അച്ഛനും 2 പെൺമക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ്. സിനിമയുടെ പശ്ചാത്തലത്തിൽ, അഭിനയത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് സിനിമ വരുന്നത്. എല്ലാവർക്കും പറ്റിയ പടമല്ല ഇതും. വളരെ സ്ലോ ആണ്, ലേയേർഡ് ആണ്, ക്യാരക്ടർ ഡ്രിവൺ ആണ്. എനിക്ക് ഈ പടം കണ്ടു പക്ഷെ നന്നായിട്ട് കണക്ട് ആയി.
വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോഴേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടവും. പിന്നെ ഇതിന്റെ മലയാളം സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള 2025 മികച്ചതെന്ന് തോന്നിയ സിനിമകൾ. ഇതുകൂടാതെ ഞാൻ ഈ വർഷത്തെ മികച്ച എനിക്ക് ഇഷ്ടപ്പെട്ട 15 മലയാള സിനിമകൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കുക. സോ 15+30+2 ഒരു 47 പടം ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെന്റെ പേഴ്സണൽ ലിസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില പടങ്ങൾ ഇതിൽ മിസ്സിംഗ് ആയിരിക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റും ഡിഫറെന്റ് ആയിരിക്കാം, അതെനിക്കറിയാം. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.